ഭാരതത്തിൻ്റെ ചരിത്രരേഖകളിൽ 1947 എന്നത് വെറുമൊരു വർഷമല്ല, മറിച്ച് ഒരു ഭൂപ്രദേശത്തിൻ്റെ ആത്മാവിനെ രണ്ടായി കീറിമുറിച്ച മുറിപ്പാടുകളുടെ ഓർമ്മപ്പെടുത്തലാണ്. വിഭജനത്തിൻ്റെ ആ തീക്ഷ്ണമായ നാളുകളിൽ മനുഷ്യർക്കൊപ്പം തന്നെ തങ്ങളുടെ വേരുകൾ അറുത്തുമാറ്റപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യയിലെ റെയിൽവേ ശൃംഖല. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവിഭക്ത ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തടസ്സങ്ങളില്ലാതെ പായുന്നതിനായി നിർമ്മിക്കപ്പെട്ട റെയിൽ പാതകൾക്ക് പെട്ടെന്നൊരു ദിവസം അതിർവരമ്പുകൾ നിശ്ചയിക്കപ്പെട്ടു. അന്ന് ലാഹോറിലേക്കും പെഷവാറിലേക്കും കറാച്ചിയിലേക്കും സർവ്വസാധാരണമായി യാത്രക്കാരെയും വഹിച്ചുകൊണ്ടുപോയിരുന്ന പല പ്രശസ്ത തീവണ്ടികളും ഇന്ന് എവിടെയാണെന്നും അവയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും അന്വേഷിക്കുന്നത് കൗതുകകരവും ഒപ്പം അല്പം വികാര നിർഭരവുമായ ഒന്നാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്നപ്പോൾ അത് കേവലം ഒരു ഗതാഗത മാർഗം എന്നതിനേക്കാൾ സാമ്രാജ്യത്വത്തിൻ്റെ അധികാരത്തെ ബന്ധിപ്പിക്കുന്ന ഒരു ചരട് കൂടിയായിരുന്നു. ഏകദേശം 65,000 കിലോമീറ്റർ നീളമുണ്ടായിരുന്ന അന്നത്തെ റെയിൽവേ ശൃംഖലയിൽ നിന്ന് വിഭജനത്തോടെ ഏതാണ്ട് 10,700 കിലോമീറ്ററോളം പാത പാകിസ്ഥാൻ്റെ ഭാഗമായി മാറി. അന്നത്തെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്ന ബോംബെയും കറാച്ചിയും ഡൽഹിയും ലാഹോറുമെല്ലാം ഒരേ പാതയിലൂടെയായിരുന്നു ബന്ധിപ്പിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അതിർത്തികൾ നിശ്ചയിക്കപ്പെട്ടതോടെ ഈ ദീർഘദൂര യാത്രകൾക്ക് തിരശീല വീണു. എങ്കിലും അന്നത്തെ ആ പെരുമയുള്ള തീവണ്ടികളിൽ പലതും ഇന്നും ഇന്ത്യൻ മണ്ണിലും പാകിസ്ഥാൻ മണ്ണിലും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് പേര് മാറ്റിയും ചിലത് ലക്ഷ്യസ്ഥാനങ്ങൾ ചുരുക്കിയും തങ്ങളുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ പേരാണ് ഫ്രോണ്ടിയർ മെയിൽ. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും ഉന്നത കുലജാതരുടെയും പ്രിയപ്പെട്ട വാഹനമായിരുന്ന ഈ തീവണ്ടി അന്ന് ബോംബെയിൽ നിന്നും തുടങ്ങി വഡോദര, ഡൽഹി, ലാഹോർ, റാവൽപിണ്ടി വഴി അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള പെഷവാർ വരെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ അതിശയിപ്പിക്കുന്ന റെക്കോർഡുകളുള്ള ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് അക്കാലത്ത് വലിയൊരു പദവിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. വിഭജനത്തിന് ശേഷം ഈ വണ്ടിക്ക് പാകിസ്ഥാനിലേക്കുള്ള വഴി അടഞ്ഞെങ്കിലും അത് സർവീസ് അവസാനിപ്പിച്ചിട്ടില്ല. 1996 ഈ തീവണ്ടിക്ക് ഗോൾഡൻ ടെമ്പിൾ മെയിൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇന്ന് ഈ തീവണ്ടി മുംബൈയിൽ നിന്നും ആരംഭിച്ച് അതിർത്തി നഗരമായ അമൃത്സർ വരെയാണ് ഓടുന്നത്. പേര് മാറിയെങ്കിലും ഇന്നും യാത്രക്കാരുടെ ഇടയിൽ പഴയ ഫ്രോണ്ടിയർ മെയിലിൻ്റെ ആഠ്യത്വം ഈ വണ്ടി നിലനിർത്തുന്നു. ഫ്രോണ്ടിയർ മെയിലിനേക്കാൾ പഴക്കമുള്ള മറ്റൊരു ഇതിഹാസമാണ് പഞ്ചാബ് മെയിൽ. 1912 സർവീസ് ആരംഭിച്ച ഈ തീവണ്ടി ഡൽഹിയിൽ നിന്നും ആരംഭിച്ച് അമൃത്സർ, ലാഹോർ വഴി മുൾട്ടാൻ വരെയായിരുന്നു പോയിരുന്നത്. ഉത്തരേന്ത്യയിലെ കാർഷിക വ്യാവസായിക മേഖലകളെ ബന്ധിപ്പിച്ചിരുന്നതിൽ ഈ തീവണ്ടി വഹിച്ച പങ്ക് വളരെ വലുതാണ്. വിഭജനാനന്തരം ലക്ഷ്യസ്ഥാനങ്ങളിൽ മാറ്റം വന്നുവെങ്കിലും പഞ്ചാബ് മെയിൽ എന്ന പേര് മാറാൻ റെയിൽവേ തയ്യാറായില്ല. നിലവിൽ മുംബൈ CSTയിൽ നിന്നും പഞ്ചാബിലെ ഫിറോസ്പൂർ വരെയാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത്. 100-ലധികം വർഷത്തെ പഴക്കമുണ്ടായിട്ടും ഇന്നും ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും വിശ്വസ്തമായ തീവണ്ടികളിലൊന്നായി ഇത് നിലകൊള്ളുന്നു. അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ലെങ്കിലും ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ ഇത് ഇന്നും കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവിഭക്ത ഭാരതത്തിലെ പടിഞ്ഞാറൻ മേഖലകളെ ബന്ധിച്ചിരുന്ന പ്രധാന സർവീസായിരുന്നു കറാച്ചി മെയിൽ. ബോംബെയിൽ നിന്നും തുടങ്ങി ജോധ്പൂർ വഴി സിന്ധിലെ ഹൈദരാബാദും കടന്ന് കറാച്ചിയിലേക്കായിരുന്നു ഇതിൻ്റെ യാത്ര. വ്യാപാരികൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ ആശ്രയമായിരുന്ന ഈ തീവണ്ടി വിഭജനത്തോടെ പാകിസ്ഥാൻ റെയിൽവേയുടെ ഭാഗമായി മാറി. ഇന്ത്യയിൽ ഇതിൻ്റെ സർവീസ് നിലച്ചെങ്കിലും പാകിസ്ഥാനിൽ ഈ വണ്ടി ഇന്നും സജീവമാണ്. അവിടെ ഇതിനെ ബോളാൻ മെയിൽ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. നിലവിൽ കറാച്ചിയിൽ നിന്നും ക്വറ്റയിലേക്കാണ് ഈ വണ്ടി ഓടുന്നത്. ഇന്ത്യയുമായി ബന്ധിപ്പിച്ചിരുന്ന ആ പഴയ വേരുകൾ അറ്റുപോയെങ്കിലും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട റെയിൽ സർവീസുകളിൽ ഒന്നായി ഇത് ഇന്നും നിലനിൽക്കുന്നു എന്നത് ചരിത്രത്തിൻ്റെ ഒരു ശേഷിപ്പാണ്. ഇവയെല്ലാം കൂടാതെ ലാഹോറിനും അമൃത്സറിനും ഇടയിൽ ദിവസേന സർവീസ് നടത്തിയിരുന്ന നിരവധി പാസഞ്ചർ വണ്ടികളുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ജോലിക്കായി ഇരു നഗരങ്ങൾക്കുമിടയിൽ സഞ്ചരിച്ചിരുന്ന ആ കാലത്ത് റെയിൽവേ അതിർത്തികളില്ലാത്ത ഒരു പാലമായിരുന്നു. എന്നാൽ വിഭജനത്തോടെ ഈ ലോക്കൽ സർവീസുകൾ പാടെ നിർത്തലാക്കി. പിന്നീട് ദശകങ്ങൾക്ക് ശേഷം ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി സംഝോത എക്സ്പ്രസ് പോലെയുള്ള സർവീസുകൾ ആരംഭിച്ചെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധത്തിലെ വിള്ളലുകൾ കാരണം അവ പലപ്പോഴും തടസ്സപ്പെടുകയും ഒടുവിൽ പൂർണ്ണമായും നിർത്തലാക്കപ്പെടുകയുമാണ് ഉണ്ടായത്. റെയിൽവേ പാളങ്ങൾ അതിർത്തിയിൽ അവസാനിക്കുന്നുവെങ്കിലും ഇരുവശത്തെയും ആളുകളുടെ മനസ്സിൽ ആ പഴയ തീവണ്ടി യാത്രകളുടെ ഓർമ്മകൾ ഇന്നും മായാതെ കിടപ്പുണ്ട്. ഇന്ത്യൻ റെയിൽവേ വിഭജനത്തിന് ശേഷം 70,000 കിലോമീറ്ററിലധികം ദൂരത്തിലേക്ക് വ്യാപിച്ച് പന്തലിച്ചുവെങ്കിലും പഴയകാലത്തെ ആ അതിർത്തി കടന്നുള്ള യാത്രകളുടെ ഗൃഹാതുരത്വം ഇന്നും ചരിത്രകാരന്മാരെയും സഞ്ചാരികളെയും ആകർഷിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഒരേ എഞ്ചിൻ്റെ ചൂളം വിളി കേട്ടിരുന്ന ജനത ഇന്ന് വേലിക്കെട്ടുകൾക്ക് ഇരുപുറവും നിന്ന് തങ്ങളുടെ പഴയ തീവണ്ടികൾ പേര് മാറ്റി ഓടുന്നത് നോക്കി നിൽക്കുകയാണ്. ഈ തീവണ്ടികൾ ഒരു വലിയ ഉപഭൂഖണ്ഡത്തിൻ്റെ വിഭജിക്കപ്പെട്ട ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചലിക്കുന്ന സ്മാരകങ്ങളാണ്. രാഷ്ട്രീയമായി വിയോജിപ്പുകൾക്കിടയിലും റെയിൽവേ എന്ന പൊതുവികാരം ഇന്നും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളെ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഭാവിയിൽ എന്തെങ്കിലും ഈ പാളങ്ങൾ വീണ്ടും കൂടിച്ചേരുമോ എന്ന ചോദ്യം പ്രസക്തമാണ്.
എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരമൊരു മാറ്റം വിദൂര സാധ്യത മാത്രമാണ്. എങ്കിലും മുംബൈയിൽ നിന്നും പുറപ്പെടുന്ന ഗോൾഡൻ ടെമ്പിൾ മെയിലിലോ പഞ്ചാബ് മെയിലിലോ യാത്ര ചെയ്യുമ്പോൾ അതൊരിക്കൽ പാകിസ്ഥാനിലെ ലാഹോറിലേക്കും പെഷവാറിലേക്കും പോയിരുന്നതാണെന്ന ചിന്ത ഓരോ യാത്രക്കാരനിലും ഒരു നിമിഷം ചരിത്രത്തിൻ്റെ തണുപ്പേകും. അതിരുകൾ മനുഷ്യൻ തീർത്തതാണെങ്കിലും പുകച്ചുരുളുകൾ വിട്ട് പായുന്ന ഈ തീവണ്ടികൾക്ക് ഇന്നും ഒരു കഥയെ പറയാനുള്ളൂ. അത് വേർപിരിക്കപ്പെട്ട ഒരേ മണ്ണിലെ മനുഷ്യരുടെ കഥയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.